Chapter 2, Self and Personality. Self and personality refer to the characteristic ways in which we define our existence. നമ്മുടെ അസ്തിത്വത്തെ, അതായത് എക്സിസ്റ്റൻസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സെൽഫും പേഴ്സണാലിറ്റിയും. ആരാണ് നമ്മൾ, അല്ലേ? ഹൂ ആം ഐ, സെൽഫ് എന്നുള്ളതും പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം. ഇതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം സെൽഫ് എന്താണെന്നാണ് നോക്കുന്നത്. കോൺസെപ്റ്റ് ഓഫ് സെൽഫ്. ഫ്രം കോമൺ ഒബ്സർവേഷൻ we know that different people hold different ideas about themselves. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് പല വ്യത്യസ്തമായ ഐഡിയാസ് പുലർത്തുന്നവരാണ്. ദീസ് ഐഡിയാസ് റെപ്രസെന്റ് ദ സെൽഫ് ഓഫ് എ പേഴ്സൺ. ഇത്തരത്തിൽ നമ്മൾ നമ്മളെക്കുറിച്ചുള്ള ഉണ്ടാക്കുന്ന ഐഡിയാസാണ് ആ വ്യക്തിയുടെ സെൽഫ് ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഒരു ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് അവൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാകുന്നതല്ല. പക്ഷേ പിന്നീട് അവൻ്റെ ചുറ്റുപാടുമായി ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവൻ്റെ സെൽഫ് ഡെവലപ്പ് ചെയ്യുന്നു. അതായത് അവൻ ആദ്യമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് പാരൻസിനോടാണ്, പിന്നീട് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, അങ്ങനെ അവൻ്റെ ചുറ്റുപാടിലുള്ള പലരോടും അവൻ ഇൻട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ കുട്ടിയിൽ അവൻ്റെ സെൽഫ് രൂപപ്പെടുകയും ചെയ്യുന്നു. പാരൻസ്, friends, teachers and other significant persons play a vital role in shaping a child's ideas about self. Our interaction with the other people, our experiences and the meaning we give to them serve as the basis of our self. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരുമായുള്ള ഇൻട്രാക്ഷനിലൂടെയും അതേപോലെ തന്നെ നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസസ്, അതിനെല്ലാം നാം കൊടുക്കുന്ന പല പല അർത്ഥങ്ങൾ, ഇതിലൂടെയാണ് സെൽഫ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നമ്മളോട് നമ്മുടെ സെൽഫ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അയാം വെച്ചുകൊണ്ട് കുറച്ച് സെൻറ്റൻസുകൾ എഴുതാൻ പറഞ്ഞാൽ, അയാം ആരാണ്, അല്ലേ? ഞാൻ ആരാണ്? അയാം, നമ്മൾ പേരെഴുതുന്നു, അല്ലേ? അയാം രാജു, അയാം റാണി, അയാം എ ഡാൻസർ, അയാം എ സിംഗർ, അയാം എ ഹിന്ദു, ഐ എം എ ക്രിസ്ത്യൻ, അല്ലേ? ഐ എം എ മുസ്ലിം, ഐ എം എൻ ഇന്ത്യൻ എന്നൊക്കെ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അതിൽ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ഐഡൻറ്റിറ്റിയാണ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ പേഴ്സണൽ ഐഡൻറ്റിറ്റിയും രണ്ടാമത്തത് സോഷ്യൽ ഐഡൻറ്റിറ്റിയുമാണ്. പേഴ്സണൽ ഐഡൻറ്റിറ്റി റെഫേഴ്സ് ടു those attributes of a person that make her or him different from others. മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തനാക്കുന്ന നമ്മുടെ ഐഡൻറ്റിറ്റി, അല്ലേ? അതിനെയാണ് പേഴ്സണൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഐ ആം രാജു, ഐ ആം റാണി എന്നൊക്കെ പറയൂലേ, ഞാൻ പേര് പറയും, അല്ലേ? ഐ ആം ഹോണസ്റ്റ്, ഐ ആം എ സിംഗർ, ഐ ആം എ ഡാൻസർ എന്നൊക്കെ നമ്മളെക്കുറിച്ച് പറയുക എന്നതിനെയാണ് പേഴ്സണൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തത് സോഷ്യൽ ഐഡൻറ്റിറ്റി റെഫേഴ്സ് ടു ദോസ് ആസ്പെക്ട്സ് ഓഫ് എ പേഴ്സൺ ദാറ്റ് ലിങ്ക് her or him to a social or cultural group or are derived from it. അതായത് നമ്മളെ മറ്റുള്ളവരുമായി ലിങ്ക് ചെയ്തുകൊണ്ട്, നമ്മുടെ സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ ഗ്രൂപ്പുമായി ലിങ്ക് ചെയ്തുകൊണ്ട് നമ്മളെ പറയുമ്പോൾ നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് എന്ത്? സോഷ്യൽ ഐഡൻറ്റിറ്റി. അതായത് ഐ ആം എ ഹിന്ദു, ഐ ആം എ മുസ്ലിം എന്നൊക്കെ പറയും, അല്ലേ? നമ്മൾ ഐ ആം എൻ ഇന്ത്യൻ എന്നൊക്കെ പറയും.
അതിനെയാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ ഐഡന്റിറ്റി. മറ്റ് ഗ്രൂപ്പുമായിട്ട്, അതായത് സോഷ്യലോ കൾച്ചറൽ ഗ്രൂപ്പുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുമ്പോഴാണ് എന്ത് ഡിറൈവ് ചെയ്ത് വരുന്നത് സോഷ്യൽ ഐഡന്റിറ്റി. ഇതിൽ നിന്നും സെൽഫ് എന്താണെന്നുള്ളൊരു കുഞ്ഞു ഡെഫിനിഷൻ വരുന്നുണ്ട്. സെൽഫ് റെഫേഴ്സ് ടു ദ ടോട്ടാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് കോൺഷ്യസ് എക്സ്പീരിയൻസസ്, ഐഡിയാസ്, തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് വിത്ത് റിഗാർഡ് ടു ഹെർസെൽഫ് ഓർ ഹിംസെൽഫ്. അതായത് നമ്മുടെ ഇൻഡിവിജ്വൽസിൻ്റെ കോൺഷ്യസ് എക്സ്പീരിയൻസസിൻ്റെയും ഐഡിയാസിൻ്റെയും തോട്ട്സ് ചിന്തകളുടെയും ഫീലിങ്സിൻ്റെയും എല്ലാം കൂടി ഒരു ടോട്ടാലിറ്റിയെയാണ് നമ്മൾ സെൽഫ് എന്ന് പറയുന്നത്. These experiences and ideas define the existence of an individual both at the personal and at social levels. ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസസും ഐഡിയാസും നമ്മുടെ എക്സിസ്റ്റൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. പേഴ്സണൽ ലെവലിലും അതേപോലെ തന്നെ സോഷ്യൽ ലെവലിലും. സെൽഫ് ആസ് എ സബ്ജക്റ്റ് ആൻഡ് സെൽഫ് ആസ് എ ഒബ്ജക്റ്റ്. ചില സമയത്ത് സെൽഫ് സബ്ജക്റ്റ് ആയി മാറുന്നു, ചില സമയത്ത് സെൽഫ് ഒബ്ജക്റ്റ് ആയിട്ട് മാറുന്നു. അതാണ് ദ ഡുവൽ സ്റ്റാറ്റസ് ഓഫ് സെൽഫ് എന്ന് പറയുന്നത്. സെൽഫ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സബ്ജക്റ്റ് ഹു ഡസ് സംതിങ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തായി മാറുന്നത്, സെൽഫ് എന്നത് ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറയാണ് ഐ ആം എ ഡാൻസർ എന്ന് പറയുമ്പം ഞാൻ എന്നത് എന്തായി മാറുന്നു, സബ്ജക്റ്റ് ആയിട്ട് മാറുന്നു. ദ സെൽഫ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ആകുമ്പം നമുക്ക് വിച്ച് ഗെറ്റ്സ് എഫക്റ്റഡ്, നമ്മൾ എന്തെങ്കിലും എഫക്റ്റ് ചെയ്യപ്പെടുന്ന ഒരാളാകുകയാണ് ചെയ്യുക. എക്സാമ്പിൾ ഞാൻ പറയാണ് ഐ ആം വൺ ഹു ഈസിലി ഗെറ്റ്സ് ഹേർട്ട്. ഞാൻ പെട്ടെന്ന് ഹേർട്ട് ചെയ്യപ്പെടുന്ന ഒരാളാണ് എന്ന് പറയുമ്പം സെൽഫ് എന്നത് അവിടെ എന്തായി മാറുന്നു, ഒബ്ജക്റ്റ് ആയിട്ട് മാറുന്നു. ആസ് എ സബ്ജക്റ്റ് ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ആളായതുകൊണ്ട് നമ്മൾ ആക്ടറാണ്. ദ സെൽഫ് ആക്റ്റീവ്ലി എൻഗേജസ് ഇൻ ദ പ്രോസസ് ഓഫ് നോയിങ് ഇറ്റ് സെൽഫ്. നമ്മൾ എന്തെങ്കിലും അറിയുന്ന ഒരാളായിട്ട് മാറുന്നു, നോവർ ആയിട്ട് മാറുന്നു. ആസ് ആൻ ഒബ്ജക്റ്റ് കോൺസിക്വൻസ് ആണ് നമുക്ക് അവിടെ നിൽക്കുന്നത്. ദ സെൽഫ് ഗെറ്റ്സ് ഒബ്സർവ്ഡ് ചെയ്യപ്പെടുന്നു, നിരീക്ഷിക്കപ്പെടുന്നു. അതേപോലെ തന്നെ ആൻഡ് കംസ് ടു ബി നോൺ, അറിയപ്പെടുന്ന ഒരാളായിട്ടാണ് ഒബ്ജക്റ്റ് ആകുമ്പോൾ സെൽഫ് മാറുന്നത്. അങ്ങനെ രണ്ട് സ്റ്റാറ്റസ് ആണ് ഉള്ളത്. സെൽഫ് ചില സമയത്ത് സബ്ജക്റ്റ് ആവുന്നു, ചില സമയത്ത് എന്തായി മാറുന്നു, ഒബ്ജക്റ്റ് ആയും മാറുന്നു. Kinds of self. There are several kinds of self. They get formed as a result of our interactions with our physical and socio-cultural environment. നമ്മുടെ ഫിസിക്കലും സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സെൽഫ് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ളത്. രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ പേഴ്സണൽ സെൽഫ്, രണ്ടാമത്തത് സോഷ്യൽ സെൽഫ്. പേഴ്സണൽ സെൽഫ് പ്രൈമർലി കൺസേൺഡ് വിത്ത് വൺ സെൽഫ്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താ പേഴ്സണൽ സെൽഫ്. ഓക്കെ. എമേർജസ് ഇൻ റിലേഷൻ വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് വരുന്നത്, സോഷ്യൽ സെൽഫ് വരുന്നത്. പേഴ്സണൽ സെൽഫ് എംഫസൈസ് comes to be laid on those aspects of life that relate only to the concerned person. ആ കൺസേൺ പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് എംഫസൈസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പേഴ്സണൽ ഫ്രീഡം, പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി, പേഴ്സണൽ അച്ചീവ്മെൻറ്റ് ഓർ പേഴ്സണൽ കംഫർട്ട്. അതായത് എൻ്റെ ഫ്രീഡം, എൻ്റെ റെസ്പോൺസിബിലിറ്റി, എൻ്റെ ഓരോരോ ഉത്തരവാദിത്തങ്ങൾ, എൻ്റെ അച്ചീവ്മെൻറ്റ്, എൻ്റെ കംഫർട്ട്, എനിക്ക് നല്ല കംഫർട്ട് വേണം, അങ്ങനെ എൻ്റെ മാത്രം വിചാരിക്കുന്നതാണ് എന്താ പേഴ്സണൽ സെൽഫ്. സോഷ്യൽ സെൽഫിലാണെങ്കിൽ എംഫസൈസ് സച്ച് ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ആസ് കോപ്പറേഷൻ, മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്തിയാണ് അല്ലേ നമ്മൾ കോപ്പറേഷൻ കാണിക്കുന്നത്. യൂണിറ്റി അല്ലേ, നമ്മളെല്ലാവരും ഒന്നാണ്. എഫിലിയേഷൻ മറ്റുള്ളവരോടുള്ളതാണ്. സാക്രിഫൈസ് ത്യാഗം ചെയ്യാം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. സപ്പോർട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നു. ഷെയറിങ്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ അവിടെ
ഞാൻ മാത്രമല്ല മറ്റുള്ളവരും കൂടി അവിടെ എന്തുണ്ട് ഉൾപ്പെടുന്നതാണ്. ദിസ് സെൽഫ് വാല്യൂസ് ഫാമിലി ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്സ്. ഈ സെൽഫ്, അതായത് സോഷ്യൽ സെൽഫ് ഫാമിലിക്കും സോഷ്യൽ റിലേഷൻഷിപ്പിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് മറ്റൊരു പേരുണ്ട്, ഫെമിലിയൽ ഓർ റിലേഷണൽ സെൽഫ് എന്ന് പറയുന്നുണ്ട്. അടുത്തത് നമ്മൾ നോക്കുന്നത് കൊഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ ആസ്പെക്ട്സ് ഓഫ് സെൽഫാണ്. അതിൽ കൊഗ്നിറ്റീവ് ആസ്പെക്റ്റിൽ വരുന്നതാണ് സെൽഫ് കോൺസെപ്റ്റ്. സെൽഫ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ദ വേ വി പെർസീവ് അവർ സെൽസ്, എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെ നോക്കിക്കാണുന്നത്. ആൻഡ് ദ ഐഡിയാസ് വി ഹോൾഡ് അബൌട്ട് അവർ കോമ്പിറ്റൻസീസ് ആൻഡ് ആട്രിബ്യൂട്ട്സ്. നമ്മുടെ കോമ്പിറ്റൻസിനെ കുറിച്ചും നമ്മുടെ കഴിവുകളെക്കുറിച്ചും നമ്മുടെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന കുറച്ച് ഐഡിയാസ് ഉണ്ടാവും. എനിക്ക് ഇന്നത് പറ്റും, ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. ഇസ് ഓൾസോ കോൾഡ് സെൽഫ് കോൺസെപ്റ്റ്. നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സെൽഫ് എന്താണ്. അതിനെയാണ് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോരോ സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് ചില കാര്യത്തെക്കുറിച്ച് പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് ആയിരിക്കും, മറ്റു ചിലതിനെക്കുറിച്ച് ആൾക്ക് നെഗറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് ആയിരിക്കും. അതായത് വൺ മേ ഹാവ് എ പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് അബൌട്ട് വൺസ് റീഡിങ് എബിലിറ്റി. അയാൾക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റുമെന്ന് അയാൾക്കറിയാം. പക്ഷേ ബട്ട് എ നെഗറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് അബൌട്ട് വൺസ് മാത്തമാറ്റിക്കൽ സ്കിൽസ്. അദ്ദേഹത്തിന് മാത്സിൽ പുവറാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഒരേ സമയം ഒരു വ്യക്തിക്ക് ചില കാര്യത്തോട് പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അതേ വ്യക്തിക്ക് മറ്റു കാര്യത്തോട് നെഗറ്റീവും ഉണ്ടായിരിക്കും, നെഗറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എ പേഴ്സൺസ് സെൽഫ് കോൺസെപ്റ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ ആസ്കിങ് ദ പേഴ്സൺ അബൌട്ട് ഹെർ സെൽഫ് ഓർ ഹിംസെൽഫ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് ആ ആളുടെ സെൽഫ് കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ടോപ്പിക്കാണ് സെൽഫ് എസ്റ്റീം എന്നത്. സെൽഫ് എസ്റ്റീം എന്നത് ഒരു കൊഗ്നിറ്റീവ് ആസ്പെക്റ്റ് ഓഫ് സെൽഫാണ്. ഓക്കെ, സെൽഫിൻ്റെ ഒരു കൊഗ്നിറ്റീവ് ആസ്പെക്റ്റ് ആയിട്ടാണ് സെൽഫ് കോൺസെപ്റ്റും അതേപോലെ തന്നെ സെൽഫ് എസ്റ്റീമും പറയുന്നത്. എന്താണ് സെൽഫ് എസ്റ്റീം? സെൽഫ് എസ്റ്റീം ഇസ് ദ വാല്യൂ ജഡ്ജ്മെന്റ് ഓഫ് എ പേഴ്സൺ അബൌട്ട് ഹെർസെൽഫ് ഓർ ഹിംസെൽഫ്. ഒരു വ്യക്തി അവനവനെ കുറിച്ച് തന്നെ നടത്തുന്ന ഒരു മൂല്യനിർണയത്തെയാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. സം പീപ്പിൾ ഹാവ് ഹൈ സെൽഫ് എസ്റ്റീം ഉള്ളവരുണ്ട്, അതേപോലെ തന്നെ വേറെ അതേഴ്സ് മേ ഹാവ് ലോ സെൽഫ് എസ്റ്റീം ഉള്ളവരും ഉണ്ട്. അതായത് കൂടുതൽ സെൽഫ് എസ്റ്റീം ഉള്ളവരും കുറഞ്ഞ സെൽഫ് എസ്റ്റീം ഉള്ളവരും ഉണ്ട്. പല സ്റ്റഡീസും പറയുന്നത് ബൈ ദ ഏജ് ഓഫ് 6 to 7 years, 6-7 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾക്ക് 4 ഏരിയാസിൽ സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നതാണ്. ആ ഏരിയാസ് ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. അക്കാദമിക് കോമ്പീറ്റൻസിൽ, സോഷ്യൽ കോമ്പീറ്റൻസിൽ, ഫിസിക്കൽ ഓർ അത്ലറ്റിക് കോമ്പീറ്റൻസിൽ, ഫിസിക്കൽ അപ്പിയറൻസിൽ. അതായത് ഇപ്പോൾ അക്കാദമിക് കോമ്പീറ്റൻസിൽ ചില ആളുകൾക്ക് ഹൈ സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കും, ചില കുട്ടികൾക്ക് ലോ ആയിരിക്കും. സോഷ്യൽ കോമ്പീറ്റൻസിൽ ഹൈ ഉണ്ടായിരിക്കും, സോഷ്യലിൽ ലോ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അക്കാദമിക് സെൽഫ് എസ്റ്റീമിൽ, അക്കാദമിക് കോമ്പീറ്റൻസ്, അക്കാദമിക് സെൽഫ് എസ്റ്റീമിൽ ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള കുട്ടിക്ക് അവന് പെർഫോം ബെറ്റർ ഇൻ സ്കൂൾസ്, സ്കൂളിൽ ബെറ്റർ ആയിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും ദാൻ ദോസ് വിത്ത് ലോ അക്കാദമിക് സെൽഫ് എസ്റ്റീം. ഓക്കെ, അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും ചില കുട്ടികൾക്ക് വളരെ ലോ ആയിരിക്കും സെൽഫ് എസ്റ്റീം ഉണ്ടാകുക. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ അവർക്ക് ലോ സെൽഫ് എസ്റ്റീം ഇൻ ഓൾ ഏരിയാസ് ആയിരിക്കും. അത്തരത്തിലുള്ള കുട്ടികൾക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ, അതേപോലെ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ഒക്കെ വളരെ അധികമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ആയതിനാൽ പല സ്റ്റഡീസും പറയുന്നത് വാം ആൻഡ് പോസിറ്റീവ് പാരൻറ്റിങ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹൈ സെൽഫ് എസ്റ്റീം എമംഗ് ചിൽഡ്രൻ. കുട്ടികളിൽ ഹൈ സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പാരൻറ്റിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികളിൽ നല്ല സെൽഫ് എസ്റ്റീം വളരുകയുള്ളൂ. അപ്പോൾ കുട്ടിക്ക് നല്ല സെൽഫ് എസ്റ്റീം എല്ലാ കാര്യത്തോടും ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കുട്ടി പല കാര്യത്തിലും എന്ത് ചെയ്യുള്ളൂ, എക്സൽ ചെയ്യുള്ളൂ, നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അക്കാദമിക് ആയാലും സോഷ്യൽ ആയാലും എല്ലാ കാര്യത്തിലും ഹൈ സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നന്നായിട്ട് പെർഫോം ചെയ്യുകയുള്ളൂ കുട്ടികൾ. ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഓഫ് സെൽഫാണ്
സെൽഫ് എഫിക്കസി. സെൽഫ് എഫിക്കസി എന്നത് ഒരു ബിഹേവിയറൽ ആസ്പെക്ട് ഓഫ് സെൽഫാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം പലപ്പോഴും പല ആളുകളും അവൻ്റെ ജീവിത വിജയങ്ങൾ അല്ലെങ്കിൽ ലൈഫ് ഔട്ട്കംസ് അവനവൻ തന്നെ കൺട്രോൾ ചെയ്യുന്നവരുണ്ട്. അവനവന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റെ ജീവിത വിജയങ്ങൾ, എൻ്റെ ലൈഫിലെ ഔട്ട്കംസ് എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ എക്സാമിൽ നല്ല മാർക്ക് കിട്ടി, അപ്പം പല കുട്ടികളും പറയാറുണ്ട് അതെന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ എക്സാമിൽ നല്ല മാർക്ക് വാങ്ങിയത് അല്ലെങ്കിൽ നല്ലത് കിട്ടിയിരിക്കുന്നത് എന്ന് പറയും. പക്ഷേ നമുക്കിപ്പോൾ മോശം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹം അങ്ങനെ പറയലുണ്ടാവില്ല. ചിലപ്പോൾ അവർ പറയും അതെൻ്റെ വിധിയാണ്, ഫേറ്റ് ആണ്. ചിലപ്പം പറയും അതെൻ്റെ ലക്ക് കൊണ്ടാണ്. അങ്ങനെ പലതരത്തിലുള്ള ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പം ചില ആളുകൾ അത് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതായത് അവനവൻ്റെ ഔട്ട്കംസ് ബിലീവ് ദാറ്റ് ദേ ദംസെൽസ് കൺട്രോൾ ദെയർ ഓൺ ലൈഫ് ഔട്ട്കംസ്. അവരുടെ ലൈഫ് ഔട്ട്കംസ് അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കാണ് നമ്മൾ എന്തുണ്ട് എന്ന് പറയുന്നത്, സെൽഫ് എഫിക്കസി ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ വിചാരിക്കുകയാണ് എനിക്ക് സ്മോക്കിംഗ് എന്നുള്ള ഒരു കാര്യം, സ്മോക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ സ്മോക്കിംഗ് നിർത്തണം എന്ന് വിചാരിച്ചാൽ ദേ ഡിസൈഡ് ടു ഡു സോ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് സ്മോക്കിംഗ് നിർത്തണം എന്ന് വിചാരിക്കുമ്പോൾ ഹൈ സെൽഫ് എഫിക്കസി ഉണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യും, അത് ആ ഒരു മൊമെന്റിൽ, ഏത് മൊമെന്റിലാണോ വിചാരിച്ചത് ആ മൊമെന്റിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് നിർത്താൻ സാധിക്കുന്നു. അപ്പോൾ സെൽഫ് എഫിക്കസി എന്നുള്ള ഈ ഒരു ടേം കൊണ്ടുവന്നിരിക്കുന്നത് ബാൻഡുരയാണ്. ബാൻഡുരയെ കുറിച്ച് നമ്മൾ പഠിച്ചു കാണും സോഷ്യൽ ലേണിംഗ് തിയറിയിൽ, അല്ലേ? ഫസ്റ്റ് ഇയറിൽ സോഷ്യൽ ലേണിംഗ് തിയറിയിലെ ആൽബർട്ട് ബാൻഡുരയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ബാൻഡുരയുടെ ഒരു ടേം ആണ് ഈ സെൽഫ് എഫിക്കസി എന്നുള്ളത്. Bandura's term for individuals' beliefs about her or his own effectiveness. നമ്മുടെ ഇഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് നമ്മുടെ ബിലീഫ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. The expectation that one can master a situation and produce പോസിറ്റീവ് ഔട്ട്കം. അതായത് ഒരു സിറ്റുവേഷനിൽ നമ്മൾ മാസ്റ്റർ ആകാൻ പറ്റുകയും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഒരു ഔട്ട്കം ഉണ്ടാക്കാൻ കഴിയും എന്ന് നമുക്കുള്ള തോന്നലിനെയാണ്, നമുക്കുള്ള ഒരു ബിലീഫിനെയാണ്, വിശ്വാസത്തെയാണ് എന്തെന്ന് പറയുന്നത്, സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എ സ്ട്രോങ് സെൻസ് ഓഫ് സെൽഫ് എഫിക്കസി അലൗസ് പീപ്പിൾ ടു സെലക്ട്, ഇൻഫ്ലുവൻസ് ആൻഡ് ഈവൻ കൺസ്ട്രക്ട് ദ സർക്കംസ്റ്റാൻസസ് ഓഫ് ദെയർ ഓൺ ലൈഫ്. ഒരാളുടെ ജീവിതത്തിലുള്ള ഓരോ സാഹചര്യങ്ങളെയും സെലക്ട് ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും ഈവൻ കൺസ്ട്രക്ട് ചെയ്യാനും വളരെ സെൽഫ് എഫിക്കസി ഹൈ ഉള്ള ഒരാൾക്ക് വളരെ നല്ല രീതിയിൽ സാധിക്കും എന്നതാണ്. അതുപോലെ തന്നെ സ്ട്രോങ് സെൻസ് ഓഫ് സെൽഫ് എഫിക്കസി ഉള്ള ആളുകൾ എപ്പോഴും ലെസ് ഫിയർഫുൾ ആയിരിക്കും. അവർക്ക് ഭയം എന്നുള്ളൊരു കാര്യമേ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതേപോലെ തന്നെ അവർ സൊസൈറ്റി, അവർ പാരൻസ് ആൻഡ് അവർ ഓൺ പോസിറ്റീവ് എക്സ്പീരിയൻസസ് ക്യാൻ ഹെൽപ്പ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എ സ്ട്രോങ് സെൻസ് ഓഫ് സെൽഫ് എഫിക്കസി. അത്തരത്തിൽ സ്ട്രോങ് സെൻസ് ഓഫ് സെൽഫ് എഫിക്കസി ഡെവലപ്പ് ചെയ്യാൻ നേരത്തെ നമ്മൾ സെൽഫ് എസ്റ്റീമിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ പാരൻസ്, നമ്മുടെ പോസിറ്റീവ് എക്സ്പീരിയൻസസിന് എല്ലാം നല്ല രീതിയിലുള്ള സ്ട്രോങ് സെൻസ് ഓഫ് സെൽഫ് എഫിക്കസി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുമുണ്ട്. സെൽഫ് എഫിക്കസി എന്നുള്ളത് നമുക്ക് ജനിക്കുമ്പോഴേ ഉള്ളതല്ല, അത് ഡെവലപ്പ് ചെയ്തു വരുന്നതാണ്. അതുകൊണ്ടാണ് പാരൻസിനും മറ്റുള്ളവർക്കും ഒക്കെ തന്നെ സെൽഫ് എഫിക്കസി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്, ഒരു കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. സെൽഫ് റെഗുലേഷൻ, സെൽഫിൻ്റെ ബിഹേവിയറൽ ആസ്പെക്റ്റ് ആണ് സെൽഫ് റെഗുലേഷൻ എന്നത്. സെൽഫ് റെഗുലേഷൻ റെഫേഴ്സ് ടു അവർ എബിലിറ്റി ടു ഓർഗനൈസ് ആൻഡ് മോണിറ്റർ അവർ ഓൺ ബിഹേവിയർ. നമ്മുടെ ബിഹേവിയർ ഓർഗനൈസ് ചെയ്യുവാനും മോണിറ്റർ ചെയ്യുവാനും നിരീക്ഷിക്കുവാനുമുള്ള നമ്മുടെ കഴിവിനെ, നമ്മുടെ ബിഹേവിയറിനെ തന്നെ നമ്മൾ ഓർഗനൈസ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുവാനുമുള്ള നമ്മുടെ എബിലിറ്റിയെയാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ. അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ ബിഹേവിയർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനനുസരിച്ച്, നമ്മളിപ്പോൾ ഒരു കാര്യം വിചാരിക്കുക, അതിനനുസരിച്ച് നമ്മുടെ പെരുമാറ്റത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ. ലേണിംഗ് ടു ഡിലേ ഓർ ഡിഫർ ദ ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് നീഡ്സ് ഈസ് കോൾഡ് സെൽഫ് കൺട്രോൾ. അപ്പോൾ അങ്ങനെ സെൽഫ് കൺട്രോൾ എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും നീഡ്സ്, എന്തെങ്കിലും ഒരു ലക്ഷ്യം, എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് തൃപ്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആവശ്യം നിറവേറാനുള്ള സമയത്തെ നമുക്ക് വൈകിപ്പിക്കുവാനോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ നമുക്ക് മാറ്റിവെക്കുവാനോ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് എന്തുണ്ടെന്ന് പറയാം, സെൽഫ് കൺട്രോൾ ഉണ്ട് എന്ന് പറയാം. ഓക്കെ. സെൽഫ് കൺട്രോൾ പ്ലേസ് എ കീ റോൾ ഇൻ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ലോങ് ടേം ഗോൾസ്. നമുക്കൊരു ലോങ് ടേം ഗോൾ അറ്റൈൻ ചെയ്യാനുണ്ട് എങ്കിൽ നമുക്ക് ആവശ്യമായൊരു ഘടകം എന്ന് പറയുന്നത്, വളരെ അത്യാവശ്യമായൊരു ഘടകം എന്ന് പറയുന്നത് സെൽഫ് കൺട്രോളാണ്. സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഗോള് അറ്റൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദീർഘകാല ലക്ഷ്യങ്ങൾ, വളരെ ഇപ്പം കിട്ടുന്ന ഒരു ലക്ഷ്യമല്ല, ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നമുക്കൊരു ലക്ഷ്യം നിറവേറാനുണ്ട് എങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് സെൽഫ് കൺട്രോളാണ്. ഇങ്ങനെ സെൽഫ് കൺട്രോൾ ഡെവലപ്പ് ചെയ്യാൻ ഇന്ത്യൻ കൾച്ചറൽ ട്രഡീഷൻ പ്രൊവൈഡ്സ് നമുക്ക് കുറച്ച് എഫക്റ്റീവ് മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫാസ്റ്റിംഗ് ഇൻ വ്രതം എടുക്കുക എന്നുള്ളതൊക്കെ ഒരു എക്സാമ്പിളാണ്. അതേപോലെ തന്നെ നമ്പർ ഓഫ് സൈക്കോളജിക്കൽ ടെക്നിക്സും ഉണ്ട് സെൽഫ് കൺട്രോൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ 3 എണ്ണം ഉണ്ട്. ഒബ്സർവേഷൻ ഓഫ് ഓൺ ബിഹേവിയർ, സെൽഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് സെൽഫ് റീഇൻഫോഴ്സ്മെന്റ്. ഒബ്സർവേഷൻ ഓഫ് ഓൺ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പെരുമാറ്റത്തെ നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്യാം. ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ ഫലമായി പ്രൊവൈഡ്സ് us with the necessary information that may be used to change, modify or strengthen certain aspects of self. നമുക്ക് സെൽഫിൻ്റെ ചില ആസ്പെക്ട്സുകൾ ചേഞ്ച് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും അതേപോലെ തന്നെ സ്ട്രെങ്തൻ ചെയ്യാനും നമുക്ക് സാധിക്കുന്നു. ഓക്കെ. സെക്കൻഡ് ടെക്നിക്കാണ് സെൽഫ് ഇൻസ്ട്രക്ഷൻ. സെൽഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ട് അവർ സെൽസ് ടു ഡു സംതിങ് ആൻഡ് ബിഹേവ് ദ വേ വി വാണ്ട് ടു. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ബിഹേവ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാനും ഉള്ള എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ സ്വയം തന്നെ നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യാം. ഓക്കെ. സെൽഫ് റീഇൻഫോഴ്സ്മെന്റ് ഇസ് ദ തേർഡ് ടെക്നിക്. ദാറ്റ് ഇൻവോൾവ്സ് റിവാർഡിങ് ബിഹേവിയേഴ്സ് ദാറ്റ് ഹാവ് പ്ലസൻറ്റ് ഔട്ട്കംസ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയും അതിനൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഔട്ട്കം ലഭിക്കുകയും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ആ ഒരു ഔട്ട്കത്തെ നമ്മൾ റിവാർഡിങ് ചെയ്യാം. ഓക്കെ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എക്സാമിന് നല്ല മാർക്ക് കിട്ടി, നമുക്ക് ഫുൾ A+ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പിക്നിക്കിന് പോവുക, അല്ലെങ്കിൽ ഒരു മൂവിക്ക് പോവുക, അല്ലെങ്കിൽ നല്ല പുതിയ ഡ്രസ്സ് വാങ്ങിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ റീഇൻഫോഴ്സ് ചെയ്യുകയാണ് ഈ ഒരു ടെക്നിക്കിൽ ചെയ്യുന്നത്. കൾച്ചർ ആൻഡ് സെൽഫ്, 2 പെർസ്പെക്റ്റീവാണ് ഇവിടെ നമുക്ക് നോക്കാനുള്ളത്. ഇന്ത്യൻ പെർസ്പെക്റ്റീവും വെസ്റ്റേൺ പെർസ്പെക്റ്റീവും. അതിൽ വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ ദ സെൽഫ് ആൻഡ് ദ ഗ്രൂപ്പ് എക്സിസ്റ്റ് ആസ് 2 ഡിഫറെൻറ്റ് എൻറ്റൈറ്റീസ് വിത്ത് ക്ലിയർലി ഡിഫൈൻഡ് ബൗണ്ടറീസ്. അതായത് വെസ്റ്റേൺ കൾച്ചറിൽ സെൽഫ് വേറെ ആയിട്ട് നിൽക്കുന്നു, ഗ്രൂപ്പ് വേറെ ആയിട്ടാണ് നിൽക്കുന്നത്. രണ്ടും തമ്മിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ട്. രണ്ടാണ്. ഓക്കെ. ഡൈക്കോട്ടമി ആയിട്ടാണ് നിൽക്കുന്നത്. ആയതിനാൽ അതിനെ ഇൻഡിവിജ്വലിസ്റ്റിക് എന്നാണ് പറയുന്നത്. ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. ഇൻഡിവിജ്വൽസിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അവനവന്റെ കാര്യം, മറ്റുള്ളവരുടെ കാര്യം പോലും അവർക്ക് എന്തില്ല, അത്ര കണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല വെസ്റ്റേൺ കൾച്ചറിൽ. അതുകൊണ്ടാണ് അതിനെ ഇൻഡിവിജ്വലിസ്റ്റിക് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇന്ത്യൻ കൾച്ചറിൽ ദ self is generally not separated from one sound group. Rather, both remain in a state of harmonious coexistence. സെൽഫ് അവന്റെ ഗ്രൂപ്പിൽ നിന്നും മാറി നിൽക്കുന്നത് ഒന്നല്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. രണ്ടും കൂടിയും ഒരു ഹാർമോണിയസ് കോഎക്സിസ്റ്റൻസിൽ നിലനിൽക്കുന്ന ഒന്നാണ് ഇന്ത്യൻ കൾച്ചർ. ഓക്കെ.
അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് അതിനെ കലക്റ്റിവിസ്റ്റിക് എന്നാണ് പറയുന്നത്.